തിരിച്ച് ബാങ്കിൽ പരാതി കൊടുത്ത് തിരിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് പരാതിയായിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റും. പിന്നെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് അങ്ങനെ എല്ലാം ഓൺലൈനിൽ നമ്മൾ സാധനം വാങ്ങിക്കുന്നത് അല്ല, പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പരാതിയായിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റുന്ന ഒരു കാര്യം. ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഒരു കൺസ്യൂമർ കോർട്ടിൽ ഒരു പരാതിയായിട്ട് പോയതാണ്. പരാതി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരു വില്ലേജ് ഓഫീസിൽ പോകുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ഒരു അഡ്വക്കറ്റൊന്നും വേണമെന്നില്ല, ആൾക്കാർക്ക് അറിയായിട്ടാണ്. അഡ്വക്കറ്റൊന്നും വേണമെന്നില്ല, നമ്മൾ തന്നെ നമ്മളെ കാര്യം, നമ്മളെ ബില്ല് കാര്യങ്ങൾ, നമ്മളെല്ലാ ബില്ലും കാര്യങ്ങളും നമ്മൾ എടുത്തു വെക്കണം. നമ്മൾ സാധനം പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ല്, അതിൻ്റെ വാറണ്ടി കടലാസ്, ഗ്യാരണ്ടി എല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുക്കുകയുണ്ട്. പരാതി എല്ലാം കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഓൺലൈനിൽ ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഓഫീസിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതുണ്ട്. കോടതിയിൽ പോയി കഴിഞ്ഞ മാസം 1 മാസം മുന്നേ ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തതാണ്. ഫയൽ ചെയ്തിട്ട് ഒന്നാമത്തെ ഹിയറിംഗ് കഴിഞ്ഞ്. എല്ലാവർക്കും നിങ്ങളെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരാതി കൊടുക്കണം. ആർക്കായാലും അവനെങ്ങനെ കബളിപ്പിക്കാൻ പാടില്ല. ഒരു കസ്റ്റമറാ നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ 1 രൂപയെങ്കിൽ 1 രൂപ അതൊരു വാശിയായിട്ട് നമ്മൾ എടുക്കണോ. ഇത് പെട്ടെന്ന് കൺസ്യൂമർ കോർട്ടിൽ പെട്ടെന്ന് തീരുന്ന ഒരു കോടതിയാണ്. ഉപഭോക്താവിന് എന്താ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഇതാണ് കോടതിയാണ്. ജനങ്ങളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ജനങ്ങളെല്ലാം പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരാതി കൊടുക്കണം. ഞാനിപ്പം ചെയ്തതിൻ്റെ ഒരു ഫോർമാറ്റിങ് കാണിച്ചാൽ നിങ്ങൾ നോക്കിക്കോ. അങ്ങനെയല്ല പരാതി കൊടുക്കേണ്ടത് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് കൺസ്യൂമർ കോർട്ടിൻ്റെ ഹിയറിങ്ങിന് വന്നിരിക്കേണ്ട സ്ഥലമാണ്. അവിടെ മറ്റേ കമ്മീഷണറിൽ അവർ 3 ആൾ വന്നിരിക്കും. അന്നേരം നമ്മൾ ഇവിടുന്ന് വിളിക്കുക, കേസ് നമ്പറിൽ ഇവിടുന്ന് വിളിക്കാം. പിന്നെ കേസിൻ്റെ ആകേണ്ടത് അതിൻ്റെ ഒരു മോഡലാണ്. ഇതുപോലെയാണ് കേസിന് നമ്മൾ പരാതി ചെയ്യാറാക്കേണ്ടത്. കണ്ണൂർ ജില്ലാ ഉപഭോക്തൃ കോടതി പരിഹാര സെല്ലിൽ എഴുതാം. എന്നിട്ട് നമ്മളെ പരാതിക്കാരനെ പരാതിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിലിപ്പോൾ നമ്മളെ പേരും അഡ്രസ്സ് എഴുതാം. പിന്നെ എതിർകക്ഷി ആരോട് നമ്മൾ പർച്ചേസ് ചെയ്തതിന് കാര്യങ്ങൾ ആരായിട്ട് പ്രശ്നമാണുള്ള അവരെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതി കൊടുക്കാം. പിന്നെ കാര്യങ്ങൾ നമ്മൾ വിഷയങ്ങളെ പറ്റിയിട്ട് എന്ത് കാര്യമാണെന്ന് പറയാം. നമ്മൾ വാഷിംഗ് മെഷീൻ AC വാങ്ങിയതെങ്കിൽ ഇന്ന സ്ഥലത്ത് AC വാങ്ങിയത് പറഞ്ഞിട്ട് വിഷയം എഴുതാം. എന്നിട്ട് നമ്മളെ കാര്യം എന്താ അത് വ്യക്തമായിട്ട് ഇങ്ങനെ പരാതിയിൽ വ്യക്തമായിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് ഓൺലൈൻ അക്ഷയ സെൻറ്ററിൽ പോകാം. എന്നിട്ട് ഈ ജാഗ്രതി എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിൽ അപ്ലോഡ് ചെയ്തിട്ടാകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ 3 കോപ്പി എടുക്കാം. എല്ലാത്തിനും 4 കോപ്പി എടുത്ത് വെക്കുക. 4 കോപ്പി എടുത്തിട്ട് ഓഫീസിൽ കൊടുക്കുക. സ്റ്റാമ്പ് പേപ്പർ ഒട്ടിക്കണം. സ്റ്റാമ്പില്ലേ പോസ്റ്റൽ അവർക്കെല്ലാം കത്തയക്കേണ്ടിയോ മറ്റേ എതിർകക്ഷികൾക്ക് കത്തയക്കേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റാമ്പ് പേപ്പർ കൊടുക്കുക, പോസ്റ്റൽ കവർ കൊടുക്കുക. എന്നിട്ട് ഒരു ഓൺലൈൻ സൈറ്റിൽ നമുക്ക് ഇമെയിൽ ID കേസിൻ്റെ ഹിയറിങ്ങും ഡേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് വരും. ഇന്ന ദിവസത്തേക്ക് ഹാജരാകണ്ടല്ലോ. കേസിന് ഹാജരായിട്ടാകുമ്പോൾ അവർ നമ്മുടെ കേസ് നമ്പർ വിളിക്കും. കേസ് നമ്പറിലും മെയിൽ ID വരും. കേസ് നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ കാര്യങ്ങൾ പറയും. എന്താ അവസ്ഥ, എന്നാ പ്രശ്നം എന്നാന്നെല്ലാം നമ്മൾ ഹർജി തയ്യാറാക്കിയ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയാം. ഇതിന് നമ്മൾ അഡ്വക്കേറ്റിൻ്റെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു ഓഫീസിൽ പോയിട്ട് ചെയ്യുന്ന പോലെ സിമ്പിളായി ചെയ്യേണ്ട കാര്യമാണ്. അഡ്വക്കേറ്റിലാക്കണമെങ്കിൽ വലിയ പൈസ കൊടുക്കണം. ചെറിയ കാര്യത്തിനെല്ലാം ഒരു 20,000 രൂപയുടെ വാഷിംഗ് മെഷീൻ എടുത്ത കാര്യത്തിനെല്ലാം നമ്മൾ അഡ്വക്കേറ്റിനാക്കി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ വരാം. ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഓൺലൈൻ അക്ഷയ ജാഗ്രത സൈറ്റിൽ പോകുക, അപ്ലോഡ് ചെയ്യുക. ഇതുപോലെ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് 1 രൂപയ്ക്ക് 1 രൂപ ആരെയും വെറുതെ വിടാൻ പാടില്ല. പറ്റിച്ചാളെ വെറുതെ വിടാൻ പാടില്ല. ഇതുപോലെ ചെയ്യണം എല്ലാവരും. ഹലോ സുഹൃത്തുക്കളെ, ഇത് ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലക്കാടുള്ള പട്ടാമ്പിയിലാണ് ഉള്ളത്. ഇത് പട്ടാമ്പി പോകേണ്ട വന്ന ഒരു ചെറിയ ആവശ്യത്തിനാണ്. അന്നേരം അവിടെ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അന്നേരം വലിയ ഒരു 25 mm കമ്പിയെല്ലാം ഞങ്ങൾ വളക്കുന്നുണ്ടാ മെഷീനിൽ വെച്ചിട്ട്. വലിയ തടിച്ച കമ്പിയാണ്, 25 mm 1 ഇഞ്ച് കമ്പി എൻ്റെ ഒരു സ്വിച്ച് ഇടുമ്പോൾ ടക്ക് ചെല്ല് കണ്ടാ. എത്ര സിമ്പിളായിട്ട് വളച്ചെടുക്കുന്നതെന്നാ. ഇത് വലിയ കോൺട്രാക്ടർ എടുത്തുണ്ടാകുന്ന മെഷീനാണ്. ഇത് പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ പണിയെടുക്കുന്നതാണ്. ഇത് ഹിന്ദിക്കാരാണ് പണിയെടുക്കുന്നത്. ഒരാവശ്യത്തിന് ആ പാലത്തിൻ്റെ പണിയെടുക്കുന്ന ഇതിലേക്ക് കൂടി പോയതാണ് ഒരാളെ കാണാൻ വേണ്ടിയിട്ട്. അന്നേരം കണ്ടതാ കമ്പി ഒടിക്കുന്നതാണ്. എന്തൊരു സിമ്പിളായിട്ടുള്ള ഒടിയുന്നല്ലേ. മാത്രമേ പാലത്തിൻ്റെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പാലം ബ്രിഡ്ജിൻ്റെ പണിയെടുക്കുന്നതിൻ്റെ കാഴ്ചകളുണ്ട്. അപ്പുറം പുഴ കടക്കുന്നതെല്ലാം ഉണ്ട്, പുഴ കടന്ന് പോകുന്നതെല്ലാം ഉണ്ട്. ചങ്ങാടം പോലത്തെ സാധനത്ത് കയറിയിട്ട് വെയിൽ കൊണ്ടിട്ട് നടന്ന് കയറണം. നടക്കാൻ പറ്റിയിട്ട് അങ്ങനെ ചുറ്റി വരണം. ചുറ്റാൻ കഴിയായിട്ട് ഇതന്നെ കടന്നിട്ട് അപ്പുറം പോകുന്നുണ്ട്. ഇത് പാലക്കാട് ടൗണിൽ തന്നെയാണ്. ഇത്
പുതിയ ബ്രിഡ്ജാണ്, പഴയ പാലം. പാലക്കാട് പട്ടാമ്പി പാലം എല്ലാവർക്കും അറിയില്ലേ? എന്താണ് ബ്രിഡ്ജിൻ്റെ തൂണാണ് നിങ്ങൾ. ഇതിപ്പോൾ എൻ്റെ നടുവിലായിട്ട് തൂണ് വന്നതാ, മണ്ണിട്ടിട്ട്. ഇപ്പോൾ ചൂടുകാലല്ലേ, വെള്ളമില്ലല്ലോ, വെള്ളം കുറവല്ലേ. ഇതാണ് നമ്മളെ ചങ്ങാടം കണ്ട. ഇത് അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാം. ഇതൊരു ക്യാന് വെച്ച് കെട്ടിയതാണ്. ഇത് കെട്ടിയിട്ട് അത് കയറാനൊരു പേടി ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇന്ത്യക്കാരെ സിമ്പിളായിട്ട് പോകുന്നത്. അങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഫുള്ള് കറങ്ങിനി. നല്ല രസമാണ്. അടിയിൽ കമ്പനി കൊണ്ട് വെൽഡ് ചെയ്തിട്ട് ഒരു കൂട് പോലെ ആക്കിയിട്ട് 3-4 റമ്മ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് കയറ് പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാം. സിമ്പിൾ പരിപാടി. പക്ഷെ ഒലിപ്പൊന്നുമില്ല, വെള്ളത്തിന് ഒലിപ്പൊന്നുമില്ലാതുകൊണ്ട് കുഴപ്പമില്ല. ആർക്കും കുട്ടികൾക്കും ആർക്കും പോവാം. പക്ഷെ ആയതുകൊണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒലിപ്പില്ല. വെള്ളത്തിന് ചൂടുകാലല്ലേ, എൻ്റെ കയറിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് ആ സാധനം ചങ്ങാടം അങ്ങോട്ടേക്ക് പോകും. മുകളിൽ കണ്ട ഞാൻ പോകുന്നതാണ്. ഞാനൊരു സുഹൃത്തും ഉണ്ട് എൻ്റെ. ഞാനൊരു സുഹൃത്ത് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. പക്ഷെ വർക്കാണ്, വലിയ വർക്കാണ്. ഏകദേശം ഒരു 33 കോടി ഉറുപ്പ്യൻ്റെ വർക്കാണ് ഇത് ചെയ്യുന്നത്, ഈ ബ്രിഡ്ജിൻ്റെ പണി. സർക്കാരിന് ടെൻഡർ എടുത്ത 33 കോടിക്കാണ് ഈ പണി ചെയ്യാൻ ഏറ്റെടുത്തിന്. ഇത് കാസർഗോഡുള്ള ഒരു ടീമാണ് വർക്ക് എടുക്കുന്നത്. ഞാൻ അവരോട് ചോദിച്ചത്, അതെ അവിടെ വർക്ക് ചെയ്യുന്ന അവരോട് ചോദിച്ചത് ആരെടുക്കുന്നത്. പട്ടാമ്പിയിൽ എടുക്കുന്നത് കാസർഗോഡുള്ള ടീമാണ്, കൺസ്ട്രക്ഷൻ ടീമാണ്. ഒരു സർക്കാരിനോട് ഡയറക്റ്റ് എടുത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഞാനതിൽ പോകേണ്ട വന്ന് ഈ പാലത്തിൻ്റെ ഇപ്പുറം ഒരു സ്ഥലം വരെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എന്താ വെച്ചാൽ ചുറ്റി വരണം. എന്നിട്ട് ഇവിടെ ഇത് കണ്ട അവിടെ എത്തി, അതിലെ കൂടി ഇറങ്ങി പുഴ കാണുന്നില്ലേ? ഇത്രയും സിമ്പിളായിട്ട് വന്നത് കണ്ട, ഇറങ്ങി വരുന്നുണ്ടാ. പക്ഷെ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂടാട്ടാ ഇവിടെ ഈ ഏരിയയിലല്ലോ. കുളിക്കണമെന്നുണ്ടായിരുന്നു, പുഴയിൽ കുളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുളിക്കാനൊന്നുമില്ല. ഈ ചങ്ങാട് കെട്ടി വെക്കണം കേട്ടോ. കയറിട്ടിട്ട് കെട്ടിയില്ലെങ്കിൽ അത് അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് പോകും. വെള്ളത്തിൽ ഒലിപ്പിനെ കൊണ്ട് ഈ ഒരു ഫില്ലറിൽ നിന്ന് അപ്പുറത്തെ ഫില്ലറിലേക്ക് ഒരു കയറുണ്ട് കെട്ടി വെച്ചിട്ട്, ചങ്ങാടം അതിൻ്റെ ഉള്ളിലേക്ക്, ചങ്ങാടം പോലത്തെ സാധനം അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് വെച്ചിട്ട് പോകേണ്ടവർക്ക് അപ്പുറം ഇപ്പുറം പോകാം. അപ്പുറം ഇപ്പുറം പോകേണ്ടവർക്ക് പോകാം. കണ്ടില്ലേ വർക്ക് നടക്കുന്നുണ്ടല്ലേ? നല്ല ലോങ് സ്ഥലമാണ് ഇത്. ഈ പുഴ കടന്ന് പോകേണ്ട നല്ല ലോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഇത്. ഇതാണ് പട്ടാമ്പിൻ്റെ മെയിൻ പാലം. കണ്ടത് കമ്പിയുടെ ഒരു പള്ളിയുണ്ട്. പുഴ കടന്ന് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഒരു പള്ളി ഒരു പള്ളിയുണ്ട്. വർക്കിങ്ങനെ നടന്നോണ്ട് കമ്പി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഫില്ലർ വാർത്ത് വെച്ചിട്ട്. ഇനി റോഡ് ഇപ്പുറത്തേക്ക് കൂടി മാറും. പുതിയ പാലം വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടി അതിൻ്റെ വർക്കാണ് നടന്നു കൊണ്ടിരിക്കുന്നത്. 33 കോടിക്കാണ് ടെൻഡർ കൊടുത്തത്. ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ പദ്ധതികളിൽ ഇങ്ങനെ വികസിക്കുന്നുണ്ടേനു. ഇപ്പോൾ ഇലക്ഷൻ വന്നത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കുടിക്കുന്നതാണെന്നില്ല. വെള്ളം പറ്റിയോണ്ട് ഈ പാലെല്ലാം പണിയാൻ പറ്റിയ നല്ല സമയമായത്. മണ്ണിട്ട് ഇവർ ഒന്നാമതും രണ്ടാമതും മണ്ണിട്ട് നകത്തിന് ഫുള്ള് ഉഴച്ച മണ്ണിട്ട് ഫില്ലർ ഇടാൻ വേണ്ടിട്ട് ആള് കണ്ടു കുറച്ച് വെച്ചിന്. മുകളിൽ ഫില്ലർ കൊണ്ട് പോയിട്ടില്ലാന്ന് പണി. ഇതെല്ലാം വർക്ക്, പാലത്തിൻ്റെ വർക്ക് കണ്ടിട്ട് എടുത്തു തന്നെ. അതെല്ലാം വർക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിലെ കൂടി നടന്ന് കയറി പോകുന്നതാണ്. ആൾക്കാരിങ്ങനെ കുറേ ആൾ വന്ന് ചൂടല്ല, നല്ല ചൂടാണ്. ഞാൻ ഉച്ചക്ക് ഒരു 12 മണി സമയത്താണ് ഉള്ളത്. നല്ല ചൂടാണ് പാലക്കാട്. വീടിൻ്റെ അടുത്തുള്ള റോഡ് സൈഡിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലെ കുട്ടികൾ വന്ന് പറഞ്ഞാണ് പാമ്പ് അവശനായിന്. സംഭവം കണ്ട നെറ്റില്ലേ, വലയിൽ കുടുങ്ങിയിട്ട് ആരും വല മുറിച്ച് ഇളക്കിന്. പക്ഷേ ശരീരത്തിൽ വല കുടുങ്ങിയിട്ട് എന്നെ ഒന്ന് ഫുഡൊന്നും കഴിക്കാൻ കഴിയുന്നില്ല. ശരീരം ഇങ്ങനെ മുറിഞ്ഞിന്, തീരെ തളർന്ന അവശനായ പോലത്തെ ഒരു പാമ്പാണ്. ഞാനിപ്പോൾ എൻ്റെ നെറ്റ് ഇപ്പം കുടുങ്ങിയ നെറ്റ് ഞാൻ മുറിച്ചു കൊടുക്കുന്ന വീഡിയോ കാണുമ്പോൾ സങ്കടമായി. പിന്നെ വേറെ ആരും വിളിച്ചിട്ടൊന്നും ആരും എടുക്കുന്നില്ല, ഒറ്റയ്ക്കുള്ള പിന്നെ കുട്ടികളുള്ള. പിന്നെ എന്നെക്കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ ചെയ്ത് മുറിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളവും കൊടുത്ത് അതിന്. പിന്നെ അതിൻ്റെ എൻ്റെ അടുത്ത് മരുന്ന് കാര്യമായിട്ടുള്ളത് മഞ്ഞപ്പൊടിയാണുള്ളത്. മഞ്ഞപ്പൊടി കുറച്ച് കലക്കിയിട്ട് ഉപ്പുമാക്കിയിട്ട് വെച്ച് കൊടുത്തിന്. ചില ഉറുമ്പരിക്കുന്നുണ്ടേനു അവിടെ മുറിഞ്ഞ സ്ഥലത്ത്. അവിടെ മഞ്ഞപ്പൊടി വെച്ച് കെട്ടി വെക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യം അങ്ങ് പോയി അപ്പടം തന്നെ. ഞാൻ വെള്ളവും കൂടെ എന്നെക്കൊണ്ട് ആകുന്ന ചെയ്ത്. ഞാൻ ഒറ്റക്കാണല്ലോ, പിന്നെ ചെറിയ കുട്ടികളുള്ളത്.
പാമ്പ് കുഴപ്പമില്ല, അനങ്ങുന്നെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ എന്താ പറയുക, ഒരു പറയാ രക്ഷപ്പെടുന്നുണ്ട്, രക്ഷപ്പെട്ടോട്ട് എന്ന രീതിയിൽ ചെയ്തതാണ് കേട്ടാ. ഇത് രാവിലെ തന്നെ വന്നാടെ റോഡ് സൈഡ് കടന്ന ഒരു പോസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കടന്നിട്ടുണ്ട്. എഞ്ഞിട്ടാ വന്നിന് കേട്ടാ, പാമ്പ് എഞ്ഞിട്ടാ വന്നിന്. പക്ഷെ എന്നാലും വേണ്ട, മഞ്ഞപ്പൊടി ഞാൻ കലക്കിയിട്ടാണ്, മഞ്ഞപ്പൊടിയാണ് നിങ്ങൾ പേപ്പറിൽ കലക്കിയിട്ട് പാമ്പിന് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ, മഞ്ഞപ്പൊടി കലക്കി വെക്കുന്നേ ഇത് കേട്ടാ. പക്ഷെ എനിക്ക് ഒറ്റക്കായിട്ട് പേടിയാണ്, പാമ്പ് കടിച്ചാളിയാന്നൊരു പേടിയാണ് എനിക്ക്. പക്ഷേ ആ പോസ്റ്റിനെ കമ്പിൻ്റെ ഉള്ളിൽ കണക്കായിട്ട് കയറുകയും ചെയ്തു കേട്ടാ. ആ സർവീസിൽ ഇത് കിട്ടുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ശരിക്കും വെച്ചു കൊടുത്ത്, മരുന്നെല്ലാം നല്ല കറക്റ്റ് വെച്ചു കൊടുത്ത്. ഇനി അതിൻ്റെ ഭാവി കണ്ടറിയാം. പക്ഷെ ഉറുമ്പ് കയറൂല, ഉറുമ്പ് കയറാത്ത രീതിയിലാക്കി വെച്ചിന്. പടക്കുന്നുണ്ട് നിങ്ങൾ, അത് കണക്കായിട്ട് ആ കമ്പിൻ്റെ ഇത് കണ്ട, ഒരു കമ്പിൻ്റെ ഉള്ളിലേ കൂടി കയറി കളഞ്ഞ്. മരുന്നെല്ലാം അടിഭാഗത്തെല്ലാം കറക്റ്റ് നല്ല കട്ടിയിൽ നല്ല മഞ്ഞപ്പൊടിയിൽ ഉപ്പ് ചേർത്തിട്ട് വെച്ചെടുത്തിന്. അതിന് നല്ല പുകച്ചലുണ്ടാവും. ഇത് കുറേ ദിവസമായി വലയെ കുടുങ്ങിയിട്ട് കുറേ ദിവസമായി തോന്നുന്നു ഇത് കേട്ടാ. എത്രയോ ദിവസമായി ആരോ മുറിച്ചിളക്കിയിട്ട് കുറച്ച് നെറ്റ് അവിടെ ബാക്കി വെച്ചതാണ്. അതാ അതിന് പണി കിട്ടിയത്. ചില ഫുഡ് കഴിക്കാറ്റാ ഫുള്ള് നല്ല അവശതയാണ് പാമ്പ്. ഇതെല്ലാം ഇങ്ങനത്തെ എല്ലാം വീഡിയോ കാണുന്നുണ്ടാ. ഇങ്ങനത്തെ എല്ലാം പാമ്പിനെ രക്ഷപ്പെടുത്തൽ നമ്മളെ ഒന്ന് സാഹസികമായി ചെയ്തു വെച്ചാൽ അതിന് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു വെച്ച പണിയാണ്. കണ്ടിട്ട് മനസ്സിറക്കുന്നില്ല അങ്ങനെ പോകാൻ. എന്തായാലും ജീവിയല്ലേ, എന്നെക്കൊണ്ടാകുന്ന ഞാൻ ചെയ്തെന്നുള്ളൂ. ആരെങ്കിലും ചെയ്യാൻ നിൽക്കൽ ഞാൻ ഒറ്റക്കായതുകൊണ്ട് മാത്രം, വേറൊരാളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ടോപ്പായിരിക്കാനോ. പക്ഷെ ഇത് കുട്ടികൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും പാമ്പിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ട്, പാമ്പിൻ്റെ കളറെല്ലാം മാറിയിട്ട്, സംഭവം ചേരയാണ് പാമ്പ്, പക്ഷെ കളറെല്ലാം മാറിയിട്ട് വേറെ ഏതോ പാമ്പിനെ പോലുള്ളേ മെലിഞ്ഞ് കൊട്ടായിന്. എല്ല് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം മെലിഞ്ഞിട്ട് മരിക്കാനായിന് പാമ്പ്. എന്തായാലും എന്നെക്കൊണ്ടാകുന്ന ഞാൻ ചെയ്ത്. ഇനി പാമ്പ് ബാക്കിയാകുന്നുണ്ടാകട്ടെ. കണ്ടില്ലേ പാമ്പിനെ കാണുന്നില്ല നിങ്ങൾ, അതാണ് ചേരയാണ് പാമ്പ് കേട്ടോ, ചേര, നാടൻ ചേരപ്പാമ്പ്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ന്യൂസ് ഫ്ലാഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള പാലപ്പുഴ കീപ്പള്ളി റോഡിലാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. പ്രകൃതി സുന്ദരമായ പാലപ്പുഴ കീപ്പള്ളി റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് പാലപ്പുഴ കീപ്പള്ളി ബ്രിഡ്ജാണ്, പാലമാണ്. ഈ പാലം കഴിഞ്ഞാൽ ആറളം ഫാമാണ്. ആറളം ഫാമിലേക്ക് പോകുന്ന ഒരു പാലമാണ്. വളരെ സൗന്ദര്യവും കാടിൻ്റെ ശാന്തതയും നിറഞ്ഞൊരു പ്രദേശമാണ്. നല്ലൊരു അന്തരീക്ഷം കൂടിയുള്ള, തണുത്ത കാറ്റെല്ലാം കിട്ടുന്ന വളരെ മനോഹരമായൊരു ഏരിയയാണ്. ഇപ്പോൾ ചൂട് കാരണം പുഴയിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടാണുള്ളത്. ഇവിടുത്തെ റോഡെല്ലാം ഇത് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്പർ കൊടുക്കണം, ഇന്നാരും കാണുന്നില്ല, വണ്ടി നമ്പർ നോട്ട് ചെയ്യണം. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടേക്ക് വാഹനം വിടില്ല. ആനയിൽ ഇറങ്ങുന്ന പ്രശ്നമുണ്ട്. ഇത് ഇലക്ട്രിക്കിൻ്റെ ഫെൻസ് വെച്ചിട്ട് ഈ കാണുന്നില്ലേ കമ്പി, ഇത് ആന ഇറങ്ങുന്നതുകൊണ്ട് ഇലക്ട്രിക്കിൻ്റെ ഷോക്ക് വെക്കുന്നത് ഇലക്ട്രിക് ഫെൻസ് എന്ന് പറയും ഇതിന്. അത് റോഡ് ഫുള്ള് ഇലക്ട്രിക് ഫെൻസാണ് വെച്ചിട്ടുള്ളത്. ആന ഇറങ്ങുന്നതിന് ഫുള്ള് കാടാണ്. ആറളം ഫാമിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് കാഴ്ചയാണ് കാണുന്നത്. ആറളം ഫാമിൻ്റെ കീപ്പള്ളി, ഇത് ഈ റോഡ് പാലപ്പുഴ കയറി കഴിഞ്ഞാൽ കീപ്പള്ളി എത്തുക. ഒരുപാട് സ്ഥലത്തേക്ക് പോകേണ്ട ഏരിയ ഉണ്ട്. ഇത് കണ്ട, ഇത് ഞാൻ ഇവിടെ സ്റ്റോപ്പാക്കിയതാണ്. ഇതെല്ലാം ഇലക്ട്രിക്കൽ ഫെൻസാണ് കാണുന്നത്. സോളാർ ഫെൻസും ഉണ്ട്, ഇലക്ട്രിക് ഫെൻസും ഉണ്ട്. ചില സ്ഥലത്ത് സോളാർ ഫെൻസ് വെച്ചിട്ട് കാണുന്നുണ്ട്. ഇതിവിടെ അന്വേഷിച്ചാൽ ഇവിടെ ഫുൾ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് കാട്ടാന ശല്യം കൂടുതലായതിനാണ് ഈ ഷോക്ക് വേലി സ്ഥാപിച്ചിരിക്കുന്നത്. കാര്യമായിട്ട് ഷോക്ക് വേലി വെക്കുന്നത് ഈ ആറള ഫാമിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ളത് കൃഷിയാണ് കാര്യമായിട്ടുള്ളത്. അതിൻ്റെ സംരക്ഷിക്കാനും നാട്ടുകാരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കമ്പി വേലി വെച്ചത്. ആനകളെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് മെയിനായിട്ട് തടയാൻ പറ്റുമോ ഈ ഷോക്ക് വേലി ഉണ്ടെങ്കിൽ. അതാണ് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത്. റോഡ് സൈഡ് കുറേ കാടായതുകൊണ്ട് റോഡ് സൈഡിൽ വനമേഖലയായതുകൊണ്ട്
ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എപ്പം ഒരു മുൻകരുതൽ വേണം ഈ ഇതിലേക്കൂടി പോകുമ്പോൾ. യാത്ര ചെയ്യുമ്പോൾ സൂക്ഷ്മ പ്രകൃതിയോടുള്ള നമ്മളൊരു കാര്യമായിട്ട് വേണ്ടത് ഇതിൽ പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനത്തെ പ്രകൃതിയോടുള്ള സ്നേഹമുള്ള നമ്മൾ ഇതിലേക്കൂടി സഞ്ചരിക്കണം. പക്ഷെ കാടിനെ നമ്മൾ മോശമാക്കാൻ പാടില്ല. അതിനെ സ്നേഹിക്കുന്നവർക്കാണ് ഇതിനെ പ്രകൃതിയോടുള്ള ഒരു ബഹുമാനം കൂടി ഉള്ളവർക്കാണ് ഇതിലേക്ക് പോകാൻ പറ്റുക. ഫുള്ള് കാടല്ലേ, കാട്ടാൻ പെട്ടെന്ന് നമ്മൾ യാത്രയിൽ ഈ ഉച്ച സമയത്ത് ചൂടിന് ഉണ്ടാവില്ല. റോഡ് സൈഡ് കാട്ടാൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ആ ഒരു മുൻകരുതും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ റോഡിലേക്ക് കൂടി സഞ്ചരിക്കാൻ. അത്രയ്ക്കൊരു ഭംഗിയുള്ള ഒരു കണ്ണൂർ ജില്ലയിലുള്ള ഒരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഫുള്ള് കൃഷി. ഇതിൽ റോഡിലേക്ക് കൂടി പോകാത്തവർ ഒരിക്കൽ വെറുതെ ഒന്ന് കറങ്ങി നോക്കിക്കോ. ഒരു പ്രകൃതിൻ്റെ ആസ്വദിക്കാൻ പറ്റിയ ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ കണ്ടില്ല. പിന്നെ ആദിവാസികളെ ഏരിയ, പിന്നെ ഒരുപാട് ഉള്ളിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഈ ഏരിയയിലേക്ക് ഒരുപാട് അതിൻ്റെ ഉള്ളിലും ആദിവാസികളുടെ കോളനിയിലേക്കുള്ള ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ജസ്റ്റ് റോഡിലേക്ക് കൂടി ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളൂ. ഒരുപാട് നിന്ന് കാണേണ്ട കാഴ്ചകളെല്ലാം ഉണ്ട്. അതിലൊന്നും എനിക്ക് സമയമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തെന്നുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ. പിന്നെ ഇതിലേക്കൂടി വരുമ്പോൾ അധികം മഴ ലഭിക്കലുണ്ട് എനിക്ക് ഈ യാത്ര പോകുമ്പോൾ. പക്ഷെ ഇന്ന് മഴ ഈ കാട് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ പാലപ്പുഴ ബ്രിഡ്ജ് കഴിഞ്ഞാലും മഴ കിട്ടിയാണ് എനിക്ക്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയില്ല. ഈ കാടിൻ്റെ മേഖലയാകുമ്പോൾ അധികം മഴ ലഭിക്കണം. എനിക്ക് ഇതിലേ പോകുമ്പോൾ അധികം മഴ ലഭിക്കൂ. ഇത് രാവിലെ എല്ലാം നിങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ രാവിലെ പോകേണ്ട നല്ല രസമാണ്. പക്ഷെ രാത്രി സഞ്ചാരം ഇതിലേക്കൂടി ഇല്ല, കർശനമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് രാത്രി. അത്രയ്ക്ക് നല്ല ആനൻ്റെ ശല്യം, പല മൃഗങ്ങളും. ഞാൻ ഇപ്പം പോകുമ്പോൾ എനിക്ക് കുരങ്ങാൻ കണ്ടിട്ടുള്ളൂ. കുരങ്ങ് മയിലുകളിലും കാണുന്നുണ്ട്, പക്ഷെ വീഡിയോ കിട്ടിയില്ല. അതാണ് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ചൂടായതുകൊണ്ട് അത് അമ്മാതിരി ചൂടെല്ലാടെയും ഉണ്ട്. പക്ഷെങ്കിൽ കാട്ടിൽ അങ്ങനെ ഇല്ല. ഇത് നല്ലൊരു തണുത്ത കാറ്റ് വീഴുന്നുണ്ട്, എന്നാലും ചൂടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കണ്ണൂർ ജില്ലയിൽ 38 ഡിഗ്രി വരെ ചൂട് ഇപ്പം കടന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിലുള്ള. അതായത് ഈ കാടിലുള്ള ഈ ജീവികളുടെ അവസ്ഥ. ജീവികൾ കുഴപ്പമൊന്നുമില്ല. അവിടെ പുഴകളുണ്ട്, ഒരുപാട് വെള്ളങ്ങളുണ്ട്. ഇത് കാട്ടിൽ ആനയുടെ ഫാം കാക്കയങ്ങാട് ഭാഗത്തേക്കെല്ലാം ആന ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലേ, പുലി ഇറങ്ങുന്നതും കടുവ ഇറങ്ങുന്നതല്ലോ ഈ പ്രദേശത്ത് തന്നെയാണ്. ഇതാണ് ആറള ഫാമിൻ്റെ ഏരിയയിലേക്കുള്ള ചെറിയൊരു യാത്രയാണ് ഇത്. ഇതിലേക്കൂടി പോകാത്തവർ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഈ റോഡ് എന്താന്ന് ഇത് സ്ഥലം എന്താന്ന് ജസ്റ്റ് ഒരു ബേസിൽ ഐഡിയ കിട്ടും. പിന്നെ ഇതിലേക്കൂടി മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റോഡിലേക്കൂടി പോകുമ്പോൾ ഈ മനസ്സിന് നല്ല ശാന്തതയാണ്. ഒരു അന്തരീക്ഷം അങ്ങനെ കണ്ടില്ലേ, ഒരു കാടിൻ്റെ ഏരിയ ആണ്. പിന്നെ വേറെ ഒന്നും ശല്യങ്ങളൊന്നുമില്ല, വാഹനങ്ങളെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കാടായതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലമാണ്. തലച്ചോറിലേക്കുള്ള നല്ല പ്രകൃതിൻ്റെ നല്ലൊരു ശുദ്ധ വായു കിട്ടുന്നതുകൊണ്ട് മനസ്സിനെപ്പോൾ ഒരു കുളിര് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇതിൽ കൂടി. വെറുതെ വാഹനം എടുത്തിട്ടൊരു യാത്ര അങ്ങനെ കൂടി പോവാം, കീപ്പള്ളി പോവാം, ഇതിൽ കൂടി പോകേണ്ട ഒരുപാട് ഏരിയ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ കാടിൻ്റെ ഏരിയയിലേക്ക്, കാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ എങ്കിൽ ഉച്ച സമയം പോകണം, ഒന്നെങ്കിൽ രാവിലെ പോകാം, ഒന്ന് വൈകിട്ട് സമയത്ത് നിങ്ങൾ ഇതിലേക്കൂടെ യാത്ര ചെയ്ത് നോക്ക്. കാണാനുണ്ട്, നല്ല രസമാണ്. ഒരു കാറെല്ലാം ഉണ്ട്, കാറെടുത്തിട്ട് പോട്. പക്ഷെ മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും ഇതിലേക്കൂടി പോകുമ്പോൾ. മഴക്കാലമെല്ലാം ആകുമ്പോൾ പൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കാര്യമായിട്ടുള്ളത് ഈ ബ്രിഡ്ജ് ഉണ്ടോ, ഇതൊരു പുതിയൊരു ബ്രിഡ്ജാണ്. ഈ ഫാമിൻ്റെ ഉള്ളിലായിട്ട് 3 സൈഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഒരു ഫാമിങ്ങിൻ്റെ ഒരു കോർപ്പറേഷൻ കേരള എന്നുള്ള ബോർഡ് കണ്ടില്ലേ, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇതായി കാണുന്നില്ലേ. ഇത് ഫാമിൻ്റെ അവിടെ നിന്ന് തേന് കാര്യങ്ങൾ, ഫാമിൻ്റെമായി ഡെവലപ്മെൻറ്റുമായിട്ട് കാര്യങ്ങൾ എന്തെല്ലോ ആണ്. അവിടെ ബോർഡ് കാണുന്നുണ്ട്, എന്തെല്ലോ ഫാമിനെ പറ്റി ബോർഡ് കണ്ടിന്. ഈ ബ്രിഡ്ജ് കണ്ട, ഇത് 3 സൈഡ് പോകേണ്ട ഒരു പുതിയൊരു പാലാന്ന് തോന്നുന്നു. ഇത് കുറേ നിർമ്മിച്ചിട്ട് തോന്നുന്നു. 3 സൈഡ് പോകാൻ പറ്റുന്ന പുഴൻ്റെ നടുവിലേക്ക് കൂടി വന്ന ഒരു പുതിയൊരു പാലാണ് ഇത്. വെള്ളമെല്ലാം കുറഞ്ഞിന്, വെള്ളമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് ഒരു ഒരു കാഴ്ചയാണ് കേട്ടോ. നല്ല വ്യൂ കിട്ടുന്നൊരു നല്ലൊരു സ്ഥലമാണ് ഇത്. കാണുന്നത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ പുഴ നോക്കി കാണില്ലേ, ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച ഇത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എന്തൊരു തണുപ്പാണ്. സമയത്താണ് ഒരു 3-3:30 സമയത്ത് ഇത് ചൂടുണ്ട്. ചൂടാണെന്ന് അങ്ങനെ അറിയുന്നില്ല. പക്ഷെ
പാലത്തെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. പക്ഷേങ്കിൽ താഴെ നോക്കണ്ട വെള്ളമെല്ലാം വറ്റിയിട്ട് തീർന്നിന് ഓയിലേക്കിൽ. ഇത് വെള്ളം കൂടി പോകുന്ന മഴക്കാലം കൂടി ഇല്ലേ, ഒരു വ്യത്യസ്ത കാഴ്ചയിരിക്കും. ഇപ്പം കണ്ട വെള്ളങ്ങൾ വളരെ കുറവായിട്ടുള്ളൂ. പക്ഷെ അവിടെയുള്ള ആരെ അറിയില്ല, നാട്ടുകാരാണെന്ന് ഒരുപാട് ആൾ വന്ന് താഴേന്ന് അലക്കൽ, കുളിക്കൽ, പിന്നെ ഒരുപാട് കാഴ്ചക്കാരുണ്ട് അവിടെ. ആ നാട്ടിലുള്ളവരെ, ഇവിടെയുള്ള കണ്ണൂരുള്ളവർ തന്നെ ഈ കണ്ട വാഹനം എടുത്ത് വന്നിട്ട് എന്നോട് കുറേ ആൾ ഫോട്ടോ എടുത്ത് തരാമെന്നും പറഞ്ഞു. ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊടുത്തു ഒരാൾക്ക്. ഒരു ഫോണിൽ നിന്ന് എടുത്ത് തരാമെന്ന് ഒരു ഫാമിലിയെല്ലാം വന്നിട്ട് ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഞാൻ ഒരു 2 മിനിറ്റ് അവിടെ നിന്നിട്ടുള്ളൂ. ഞാൻ പാലത്തിൻ്റെ മുകളിൽ നിന്ന്, ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് വീഡിയോ പകർത്തി. ആൾക്കാർ ഉണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ നമ്മളെ വീഡിയോ എടുത്ത് നല്ല സെറ്റപ്പ് ഇട്ടാ, നല്ല സ്ഥലം. പാലത്തിൻ്റെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല പാലോ, നല്ല ഭംഗിയുള്ള പാലോ, ബ്രിഡ്ജ്. എൻ്റെ താഴെ കണ്ട ഇവർ അലക്കിയിട്ട്, അവിടെയുള്ള ആദിവാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ അലക്കിയിട്ട് ആ കല്ലിൻ്റെ മുകളിൽ തന്നെ ഉണങ്ങാനിട്ടിന്. അപ്പടെ ഉണങ്ങുന്നുണ്ട് ചൂട് കൊണ്ടുള്ള. അലക്കാനും കുളിക്കാനും ഇഷ്ടംപോലെ ആളുണ്ട് നാട്ടിൽ. താഴെയൊന്നും ഞാൻ ഇറങ്ങാൻ നോക്കിയില്ല, വെള്ളം കുറവായതുകൊണ്ട് എനിക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങീന്, പുഴയിലേക്ക് ഇറങ്ങിന്, വേറൊരു സ്ഥലത്ത് ഇറങ്ങി ഞാൻ. ഏകദേശം കീപ്പള്ളി ടൗൺ എത്താൻ നോക്കുമ്പോൾ ഞാൻ ആ പുഴയിലേക്ക് ഇറങ്ങിയതിന്. പക്ഷെ ഇവിടെ ഇറങ്ങാൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങേണ്ട സ്ഥലമൊന്നും കണ്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഈ പാലത്തുമ്പം തന്നെ സെറ്റാക്കിയതിന്. നിങ്ങൾ കാണുന്നില്ലേ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണുന്നില്ലേ? പക്ഷേ ഇത് കണ്ട് ഇപ്പോൾ ഫോണിലേക്ക് കാണുന്നില്ല, ഡയറക്റ്റ് പോയിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. നിങ്ങൾ പോകാൻ പറ്റുമെങ്കിൽ മഴക്കാലം കൂടി പോട്. മഴക്കാലം കൂടി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആസ്വദിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3 മണി സമയമായിട്ടുള്ളതാണ് ഈ കാഴ്ച. പാലത്തിൻ്റെ നടുകണ്ട് നിങ്ങൾ, പാലത്തിൻ്റെ നടുവിലേക്ക് ഞാൻ ഫോൺ വീഡിയോ ഓണാക്കിയിട്ട് നടക്കുന്നതാണ്. അങ്ങനെ ഒരു ഏരിയ ഉണ്ട്, നല്ല നീളമുണ്ട് പാലത്തിന്. കണ്ട ഫുള്ള് കാട്, പച്ചപ്പ് നിറഞ്ഞിന്. ഇപ്പോൾ എൻ്റെ സൈഡ് ഫുള്ള് പച്ചപ്പായിട്ട് നിറഞ്ഞിന്. ഇതിൽ വെള്ളം കൂടി ഉണ്ടെങ്കിലേ പിടിച്ചാൽ കിട്ടാതൊരു ലെവലായിരിക്കും. അത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് അറിയില്ല ഇങ്ങനെയൊന്നും ഏരിയ ഉള്ളതെന്ന്, ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. ആറളം ഫാം എന്ന് പറഞ്ഞിട്ട് ഇടയിൽ പോയിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. പക്ഷെ ആരും വീടുകളിലൊന്നും ഇങ്ങനെ കാണുന്നില്ല. ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പാലപ്പുഴ അല്ലെങ്കിൽ കീപ്പള്ളി റോഡിലേക്ക് കൂടി കയറണം. മട്ടന്നൂർ വഴി അല്ലെങ്കിൽ ഇരിട്ടി വഴി ഉടിയിലേക്ക് കൂടി പോയി അങ്ങനെ കാഹ്യങ്ങാട് പോയി പാലപ്പുഴ ചോദിക്കുക. കാഹ്യങ്ങാട് എത്താം, പാലപ്പുഴ വരാം. പാലപ്പുഴ വന്നിട്ട് കീപ്പള്ളി ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഈ റോഡിലേക്ക് കൂടി ഇങ്ങനെ പോവാം. ഇരിട്ടി ഏരിയയിൽ തന്നെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങളാണ് ഇരിട്ടിയെല്ലാം. അങ്ങനെ പാലെല്ലാം കണ്ട്. ആളെങ്ങനെ ഉണ്ടോ? അടിപൊളി പാലല്ല. മഴക്കാലം കൂടി ഇങ്ങനെ പോകണം. അങ്ങനെ പാലത്തിൻ്റെ വീഡിയോ കണ്ട. ഇത് ലാസ്റ്റ് ഞാനാണ് പാലത്തിൻ്റെ മതിയാക്കാൻ വേണ്ടി പോകുന്ന. കാടുകളുണ്ട് നിങ്ങൾ, കാടുകൾ സൈഡിലേക്ക് കൂടി നല്ലൊരു വെള്ളം ഒഴുകുന്നത്. എന്തൊരു ഭംഗിയാ. അങ്ങനെ അവിടെ നിന്ന് മതിയാക്കി നമ്മൾ അവിടെ നിന്ന് ആ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ മതിയാക്കി പോക്കാണ്. കുറച്ച് സമയം നിന്നാടാം കേട്ടോ, 2 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഏരി നിന്ന്. എൻ്റെ ഇത് അവിടെ നിന്ന് യാത്ര ചെയ്യുന്നത്. അങ്ങനെ കൃഷികൾ കണ്ട, ഇതെല്ലാം വാഴ കൃഷി നടത്തുന്നത്. വാഴ വെച്ചിട്ട് ഇങ്ങനെ വാഴകൾ കൃഷി ചെയ്യുന്ന നാട്ടുകാർ കണ്ട. പക്ഷേ ഇതെല്ലാം സേഫ്റ്റി കൊടുത്തത് ഫെൻസിങ് കൊണ്ടാണ് കേട്ടോ. ഇലക്ട്രിക് ഷോക്ക് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും ബാക്കിയാവില്ല. ഫുള്ള് ഫെൻസിങ്ങാണ്, സോളാർ ഫെൻസിങ്. കണ്ട ഞങ്ങൾക്ക് അങ്ങനെ അത്രയൊക്കെ ഹൈറ്റ് ഉണ്ട്. ഒരാൾ ഹൈറ്റ് ഒന്നല്ല, നല്ല ഹൈറ്റിലാണ് ഫെൻസിങ് ചെയ്തിന്. പക്ഷെ ഒരുപാട് പൈസ ചിലവുണ്ട്. ഇത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ, ആരുടെ ഫാമിൻ്റെ ഉള്ളിൽ ഗ്രാമീണ ബാങ്ക് ഉണ്ടോ, ഒരു ബാങ്ക് ഉണ്ട് കേട്ടോ, ഗ്രാമീണ ബാങ്ക്. ഒരു ഹോട്ടലെല്ലാം ആയിട്ട് ഒരു ബാങ്ക് ഉണ്ട്. പിന്നെ അവിടെ എന്തൊരു JCBൻ്റെ വർക്ക്. ഇത് ഏകദേശം കീപ്പള്ളി എത്താനായി കേട്ടോ, കീപ്പള്ളി ടൗണിലെത്താനായി എന്നൊരു വീഡിയോ. ഇത് ഫാമിൻ്റെ ഉള്ളിൽ തന്നെ. ഇത് കൃഷിയാണ്, ഒരുപാട് എന്തെല്ലോ കൃഷി ഇങ്ങനെ കൃഷിയാണ് മെയിനായിട്ട് അവിടെ അവർ ചെയ്യുന്നത് കേട്ടോ. കശുവണ്ടി സഹകരണ കേന്ദ്രം, കശുവണ്ടി തോട്ടൽ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കശുവണ്ടി സമാഹരിക്കുന്ന കേന്ദ്രങ്ങളിലാണ്. അങ്ങനെ തെങ്ങുകളുടെ ഇഷ്ടംപോലെ തേങ്ങയെല്ലാം അവിടെ നിന്ന് ഈ ആറള ഫാമിലുള്ള മാസം, ഒരു കൊല്ലത്തിൽ എത്രയോ മാസം കൂടുമ്പോൾ ലേലുണ്ട്. അപ്പോൾ പത്രത്തിൽ വരും. നിങ്ങൾക്ക് കൊപ്പരയാക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഈ കശുവണ്ടി ഈ ഫാക്ടറീൻ്റെ അപ്പുറം തന്നെ കുറച്ച് സ്ഥലമുണ്ട്, ഈ തേങ്ങ ലേലത്തിലെല്ലാം വിളിക്കുന്നത്. അതിന് ലേലം എടുക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് കൊപ്പരയെല്ലാം എടുത്ത് കൊണ്ടാണ്ട്, തേങ്ങ എടുത്തുകൊണ്ടാണ്ട് കൊപ്പരയാക്കിയിട്ട് വെളിച്ചെണ്ണ ആക്കി വിൽക്കുക. അവിടുന്ന് ലേലം അവരോട് അവിടെ പോയി അന്വേഷിച്ചാൽ മതി.
വലിയ ലോറി എടുത്ത് കൊണ്ടുവരാം. ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്തോട്ട് എന്നുള്ള ഇതിൽ പറയുന്നതാണ്. കാണാത്തവർ കണ്ടോ, ഇത് ഈ കാണുന്നത് കണ്ടോ കൃഷി, ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയാണ് കേട്ടോ. ഞാൻ ബൈക്ക് നിർത്തിയില്ല. ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് കൃഷി ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ടയർ വെച്ച് കൊടുത്തിട്ട് 4 ഭാഗത്തൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അങ്ങനെ ഇതിൻ്റെ ഈ താഴ്ചയിൽ ഫോണിനെ കൊണ്ട് ഈ ബൈക്ക് ഞാൻ വണ്ടി നമുക്ക് എത്തുന്നതായിട്ട് അതിന് താഴെ ഫുള്ള് കൃഷിയാണ്. നെറ്റ് കെട്ടിയിട്ട് ഒരു ഭാഗം ഫെൻസിങ് ചെയ്തതിന് ഒരുപാട് നെറ്റും കെട്ടിയിട്ട് കൃഷി പലതരം കൃഷികളുണ്ട് ഇതിൻ്റെ താഴെ കാണുന്നത് നിങ്ങൾ. ഇതെല്ലാം വൃത്തിയാക്കി നല്ല അടിപൊളി സെറ്റായിട്ട് ഇവർ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ആദിവാസികൾ കോളനി ഉണ്ട്, ഇഷ്ടം പോലെ കോളനി ഓരോ ഏരിയയിലുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും കടക്കാൻ നിന്നില്ല അവരായിരുന്നു. ഇത് JCB പൈപ്പ് ലൈനല്ലേ, ഞാൻ ഏകദേശം ടോണെത്താനായി. ഇത് ഇത് ഉണ്ടാ നിങ്ങൾ ഇലക്ട്രിക്കിൻ്റെ ഫെൻസ് ഉണ്ടാ ബോർഡ് കണ്ടില്ല നിങ്ങൾ. ഇത് സോളാറാണ്, ഇത് സോളാർ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഒരു സൈഡാണ് കാടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഫെൻസിങ് ഉപയോഗിച്ചിട്ട് ചെയ്തത്. ഒരു വീഡിയോ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഫെൻസിങ്ങിൻ്റെ അടുത്താണ്. അതൊന്ന് ഫെൻസിങ്, സോളാർ ഫെൻസിങ്. എടാ വേണ്ട ബാറ്ററി കാണുന്നില്ലേ, സോളാറിൽ പ്രവർത്തിക്കുന്ന. അങ്ങനെ ഫെൻസിങ് നിർത്തി വണ്ടി വൈക്കുമ്പോൾ ഇറങ്ങി ഫെൻസിങ്ങിൻ്റെ അടുത്ത് ഇറക്കി ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്ര ശരിയാക്കി. അടുത്ത് പോകുന്നത് ഈ കണ്ട, ഇത് കീപ്പള്ളി ടൗണെത്താനായി. ഇതെല്ലാം കാണുന്നത് ഈ ഗ്രാമത്തിലുള്ള ആദിവാസികൾ സർക്കാർ എടുത്തു കൊടുക്കുന്ന വീടുകളാണിത്. ചെറിയ ചെറിയ വാർപ്പിൻ്റെ വീടുകളുണ്ട്, ഒരുപാടുണ്ട്. ഞാൻ കുറച്ച് വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. ഒരുപാട് വീടുകളാണ് ഇവരെ. പാവങ്ങളാണ്, നല്ല നല്ല ആൾക്കാരാണ്, സംസാരിക്കും നല്ല. എൻ്റെ അവിടെ തന്നെ സുഹൃത്തുക്കളുണ്ട്, എനിക്കറിയുന്നവരെല്ലാം പണ്ടെല്ലാം ഇപ്പം അങ്ങനെ കമ്പനി ഇല്ല. നല്ല ആൾക്കാരെ, പാവങ്ങളാണ്, നല്ല സ്വഭാവം കാര്യങ്ങളിലാണ്. അവർക്ക് കാര്യമായിട്ട് ഇവർ വെള്ളം മെയിനായിട്ട് ശേഖരിക്കുന്നത് പുഴകളിൽ നിന്നാണ്. സ്വന്തമായിട്ട് കിണറും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. നിങ്ങൾ കാണുന്നില്ല, വീടാണെന്നില്ലേ. പിന്നെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബിൽഡിങ്ങൾ, സർക്കാരിൻ്റെ തന്നെ ഒരുപാട് ബിൽഡിങ്ങൾ, ഒരുപാട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതെല്ലാം കാടന്നെ ഇത്. പിന്നെ ഇത് കാടാന്ന്, ഇത് വീടിൻ്റെ ഏരിയയിലേക്ക് തന്നെ. ഇതിൻ്റെ ബാക്കിൽ ഈ കാടിൻ്റെ കുറച്ചപ്പുറം കഴിഞ്ഞാൽ ഇത് പുഴ കണ്ട, വെള്ളം പറ്റിയിട്ടുണ്ടാ. പുഴയിൽ വെള്ളം പറ്റീന്. പക്ഷേ ഫുള്ള് ഈ പുഴയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഫുള്ള് കല്ലാണ്, നല്ല കല്ല്. വെള്ളമുള്ള സമയത്ത് നല്ല തെളിനീര് വെള്ളം ഉണ്ടാക്കുക. എന്ത് സാധനം ഏത് കല്ലും നമുക്ക് നോക്കിയിട്ട് കണ്ണാടി കാണുന്ന പോലെ അടിഭാഗം ഫുള്ള് കാണാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത. ഞാൻ ഇവിടുന്ന് കുളിച്ച് തന്നു. പക്ഷെ വെള്ളമുള്ള സമയത്ത് വരണം, നല്ല തെളിഞ്ഞിട്ട് നല്ല നീളത്തിൽ. അധികം ഒഴുക്കുണ്ട്, പക്ഷേ എങ്കിൽ ആദ്യം ആഴം ഉണ്ടാവില്ല. നല്ല നിവർന്ന് പോകുന്ന പോലെ ഉണ്ടാവും. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഇത് വെള്ളം കാണുന്നില്ല, വെള്ളം പറ്റിയിട്ട് കുറച്ച് സൈഡ് ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. കണ്ടാ ഫുള്ള് പറ്റിയിട്ടുണ്ടാ, വറ്റിയിട്ട് ആകെ ഒന്നും അല്ലാത്ത അവസ്ഥയിലായിന് വെള്ളത്തിൻ്റെ പുഴേൻ്റെ. പക്ഷേ ഞാൻ ഇടം വരെ പോയുള്ളൂ. അങ്ങനെ നല്ല ഒഴുക്കുണ്ട്. ഇങ്ങനെ മുട്ടിയിട്ട് ഒഴുക്കെല്ലാം മുട്ടി വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാന്ന് തോന്നുന്നു. ഇത് കാട്ടിൽ നിന്ന് വരുന്ന ഒഴുകി വരുന്ന ഒരു പുഴയാണിത്. കീപ്പള്ളിയാണ് സ്ഥലം. കീപ്പള്ളി ഏകദേശം എത്താനായി. കീപ്പള്ളി പാലപ്പുഴ ബ്രിഡ്ജ് കയറിയിട്ട് കീപ്പള്ളി എത്തുന്നതിന് മുമ്പാണ് ഇത്. ഇവിടെ ഇറങ്ങിയിട്ട് മഴക്കാലം പോകുന്നവരുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് കുളിക്കാനും പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരു പേടിയും പേടിക്കണ്ട, വേറെ ഒന്നുമില്ല. അടിഭാഗം നല്ല കല്ലാണ്. നിങ്ങൾ നല്ല സ്ഥലമാണ് ഇത്. ഏകദേശം കീപ്പള്ളി ബ്രിഡ്ജ്, ഈ പാലം കണ്ട, ഇത് ഒരു പള്ളിയാണ്. ഇത് ഈ പാലം കണ്ട, ഈ പാലാണ് കീപ്പള്ളിയിലേക്ക് പോകുന്നത്. എത്തി ലാസ്റ്റ് കാട് ഫാമിൻ്റെ കഴിഞ്ഞ് ഈ കാണുന്ന പള്ളി. ഈ പള്ളിയിൽ നിന്ന് വണ്ടിക്ക് നിസ്കരിക്കാം. അവിടുന്ന് വന്ന് ആടെ പള്ളി കയറി. ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ അവിടെ പള്ളിയിൽ നിസ്കരിക്കാം. നല്ല സെറ്റ് യാത്ര, മനസ്സിനൊരു കുളിർമ കിട്ടുന്നൊരു സ്ഥലമാണ്. പോയില്ലെങ്കിൽ ഒന്ന് പോയി നോക്കി, വെറുതെ നിൽക്കുമ്പോൾ പോടും. നല്ല അടിപൊളി സ്ഥലമാണ്, ടോപ്പ്. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നോസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വരുന്നത് ഒരു ബീച്ചിൻ്റെ കാഴ്ചയായിട്ടാണ് വരുന്നത്. ഈ കാണുന്നത് കണ്ണൂർ ജില്ലയിലുള്ളൊരു ബീച്ചാണ്. അധികം ആൾക്കാർക്ക് അറിയില്ല ഇത് എവിടെയാണ് ബീച്ച് എന്നല്ലോ. ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു സദ്ദാം ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. സദ്ദാമാണ് പേര്. കണ്ണൂർ സിറ്റി ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ കണ്ണൂർ മെയിനായിട്ടുള്ള പൊയ്യാമ്പലം, മുയപ്പിലങ്ങാട് ബീച്ചിലാണ് അധികം പോകുന്നത്. പക്ഷേ ഈ ബീച്ച് അധികം ആൾക്ക് അറിയപ്പെടാത്തൊരു ബീച്ചാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റുമാണ്, ഒരു പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ബീച്ചാണ്.
ഏത് ടൈമിലും പോയി നിൽക്കാൻ പറ്റിയ തണലാണ്. ഫുള്ള് മരങ്ങളോട് ചുറ്റും ഫുള്ള് മരങ്ങളാണ് സൈഡിലെല്ലാം. ഈ കടലിൻ്റെ സൈഡായിട്ട് മരങ്ങൾ ഇരിപ്പിടത്തിനെല്ലാം ഫുള്ള് മരങ്ങളാണുള്ളത്. ഏത് ടൈമിലും ആളുണ്ടാവും ഇവിടെ. അദ്ദേഹം കപ്പിൾസാണ് അധികം ഉണ്ടാകല്. പിന്നെ ഒരുപാട് ഏരിയ ഉണ്ട്, നടന്നു പോകാൻ പറ്റിയിട്ട് ഏരിയ ഉണ്ട്, കുളിക്കാനും പറ്റിയ ഇഷ്ടം ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇത് ഞാൻ പോയത് ഈവനിങ് വൈകിട്ട് സമയത്താണ് പോയത്. വൈകിട്ട് സമയത്ത് പോയാലുള്ള കാഴ്ചയാണ്. വൈകിട്ട് സമയത്ത് അങ്ങനെ ആൾക്കാർ വൈകിട്ട് സമയത്തുണ്ട്, ഫാമിലി എല്ലായിട്ടാണ് വരുന്നത്. ആൾക്കാർ പട്ടയെല്ലാം കൊണ്ടാണ്ട് പറപ്പിക്കുന്നത്, ഡ്രോൺ കൊണ്ടാണ്ട് പറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഫാമിലി വന്ന് പോകുന്നു. കർണാടകക്കാർ അധികം ഇംഗ്ലീഷുകാരാണ് അധികം ഉണ്ടാകല് ഇവിടെ. ഇതെനിക്ക് പണ്ടേ അറിയാം, ഞാനിതിപ്പോൾ ഇവിടെ പോകുന്നതാണ്. ഇത് അതിൻ്റെ അപ്പുറം റിസോർട്ട് കാര്യങ്ങളെല്ലാം സെറ്റപ്പായിട്ട് ഇംഗ്ലീഷുകാരെല്ലാം വന്ന് മാസങ്ങളോളം താമസിക്കുന്ന ഒരുപാട് ഏരിയ ഉണ്ട് ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട്. പിന്നെ ഇംഗ്ലീഷുകാരെല്ലാം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നട്ടുച്ച സമയത്തെല്ലാം ഇങ്ങനെ ഈ വെയിൽ വന്ന് കടന്നിട്ടുണ്ടാവും ഷീറ്റും പിടിച്ചിട്ട്. ഇത് വൈകിട്ടായതുകൊണ്ട് അന്ന് സൺഡേ പിന്നെ സാധാ ലോക്കൽസ് ആൾക്കാരുണ്ടാകാം. ഞായറാഴ്ച ആയതുകൊണ്ട് ഇത് ഇപ്പം ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് പോയത്. അതേപോലെ ഞായറാഴ്ച വൈകിട്ടൊരു 5:30-6 മണി സമയത്തുള്ളൊരു വീഡിയോ ഇത് കാണുന്നത്. ഇത് ലോക്കൽ ആൾക്കാരാണുള്ളത്. ലോക്കൽ ആൾക്കാരായതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഫോറിൻസ് ഒന്നും കാണുന്നില്ല. അല്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെയാണ് വാഹനം പാർക്ക് ചെയ്യേണ്ടത്. വാഹനം പാർക്ക് ചെയ്യേണ്ട ഈ പാർക്കിംഗ് കണ്ടില്ലേ, ഇപ്പോൾ ഈ കല്ലുകെട്ടിലേക്ക് താഴെ കൂടി വഴിയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാൻ. ഇവിടെയെല്ലാം ഫുൾ മരങ്ങളാണ്. ഇവിടെയെല്ലാം ഇരുന്നിക്കാനും നല്ല ചൂടും കാര്യങ്ങളും വെയിലൊന്നും കൊള്ളില്ല. ഇരിക്കാനും ഇരുന്ന് ടൈം കളയാനും നല്ല കാറ്റും കിട്ടും. അങ്ങനെയുള്ളൊരു ഏരിയ ഇത്. അത് ഇവിടെ പാർക്ക് ചെയ്യാൻ അങ്ങനത്തോളം റോഡും കാര്യങ്ങളുണ്ട്. അത് തന്നെ ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡായിട്ട് കണ്ട പാറക്കെട്ടുകളാണ്. ഫുൾ പാറക്കെട്ടുകളെന്ന് പറഞ്ഞിട്ട് ഫുള്ള് മരങ്ങളുണ്ട്. നിങ്ങൾ ഫുള്ള് അതിൻ്റെ ചുറ്റുപാട് ഫുള്ള് മരങ്ങളാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചൂടും അറിയില്ല. നല്ല വെയിലുണ്ട്, ഇഷ്ടം നല്ല വെയിലാണ്. പക്ഷേ ഒന്നും അറിയില്ല, മരത്തിൻ്റെ തണലുണ്ട്, കടലിൻ്റെ നല്ല കാറ്റും കിട്ടും. അങ്ങനെയുള്ളൊരു കിടിലൻ ബീച്ചാണ് കണ്ണൂർ ജില്ലയിലുള്ള സദ്ദാം ബീച്ച്. പൊളിയാണ്. പറ്റുന്നവർ അറിയാത്തവർ ഒരു പ്രാവശ്യം പോയി നോക്കിക്കോ. ഇതെല്ലാം കണ്ടിരിക്കുന്നത് തിരമാലൻ്റെ ഒരു വലത് സൈഡാണ്. ഇത് ഫുള്ള് ഒരു പാറക്കല്ലുകളായി നിറഞ്ഞ സ്ഥലങ്ങളാണ് ഇത് ഫുള്ള്. ഇത് ഈ ബീച്ചിൻ്റെ റൈറ്റ് സൈഡായിട്ട് വരുന്നത്. തെങ്ങത്തോളം അങ്ങനെ നീളത്തോളം ഉണ്ട് ഈ ബീച്ച്. ഇതിൻ്റെ എൻ്റെ ഭാഗമാണ്. അത് ഈ പാറകൾ കാണുന്നില്ലേ, മാതിരി വലിയ പാറയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡാണ്. രണ്ട് സൈഡും ഇതിൻ്റെ ഒരു ഭാഗത്ത് വലിയ പാറക്കെട്ടാണ്. ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ബീച്ച് കണ്ട നിങ്ങൾ പോകുന്നത്, ഈ കാഴ്ച കണ്ട. ഇതിൻ്റെ ബീച്ച് തുടങ്ങുന്ന ഭാഗമാണ്. ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകാണ്ട് കുറച്ച് നടക്കാനുണ്ട് ഇങ്ങനെ ഓരോ ബീച്ചിൻ്റെ ഓരോ സൈഡിലേക്ക്. ഇത് ഞാൻ നടന്ന് തിരിച്ചു വരുമ്പോൾ എടുക്കുന്ന വീഡിയോ ഇത്. ഇതിൻ്റെ ലാസ്റ്റ് തൊട്ട് അവസാനത്തോട്ട് എല്ലാ ബീച്ചിൻ്റെ മൊത്തം കാണുന്നുണ്ട്, കാഴ്ചകൾ മൊത്തം കാണുന്നുണ്ട്. ഒരു ആൾക്കാരുണ്ട്, ഞായറാഴ്ച ആയിട്ട് ലോക്കൽസ് ആൾക്കാരുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല എൻ്റർടൈൻമെൻറ്റാണ്. അവിടുന്ന് പെട്ടെന്ന് നേരം കൂടുകയും ചെയ്യും. ഇത് കണ്ട ഈ ബീച്ചിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലത്തെ ഒരു കാടുകൾ ഉണ്ടാകാം. ഇതിൻ്റെ ഉള്ളിലെല്ലാം കയറി ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാലിയാണ്. ഇതിൽ കയറിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുക, എത്ര സമയം വേണ്ടി ഇരിക്കുക. വെയിൽ എന്ന് പറഞ്ഞ സാധനം കൊള്ളില്ല. എത്രയോ ആൾക്കാരുണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം. ഉച്ച സമയത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ കാണാം. നിങ്ങൾ കണ്ട സൺസെറ്റ് ആണ്. നിങ്ങൾ ഒരു മിസൈൽ എന്തോ പോകുന്നുണ്ട്, ആകാശത്തേക്ക് കൂടി പോകുന്നുണ്ട്. നിങ്ങൾ ഇത് സൺസെറ്റ് ഉണ്ട്. നിങ്ങൾ നല്ല സൂര്യനെ വൈകിട്ട് കാണുന്നില്ലേ, അസ്തമിക്കേണ്ട സമയത്ത് കടലിലേക്ക് മുട്ടിക്കൊണ്ടേയിരിക്കുന്ന ആ സമയത്താണ് ഞാൻ പോയത്. കടലിലേക്ക് കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന കുട്ടികളെല്ലാം കാണുന്നില്ലേ, കുട്ടികളെല്ലാം കുളിച്ചും മതിച്ചും കളിക്കുന്ന ആൾക്കാർ കണ്ട. ആൾക്കാരിൽ ഒരുപാട് വന്ന് ആൾക്കാരിങ്ങനെ ഇരുന്ന് കുളിച്ച് നേരം കൂട്ടുന്നതാണ്. നല്ലൊരു ബീച്ചാണ് ഈ സദ്ദാം ബീച്ച്. പക്ഷെ കണ്ണൂർ താഴെ ചുവക്കുന്ന അങ്ങോട്ടേക്ക് പോകണം, സിറ്റി ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണം. പക്ഷെ പോയി കഴിഞ്ഞാൽ കുറച്ച് എത്തപ്പെടാൻ ചെറിയ റിസ്ക് ഉണ്ട്. വാഹനമുള്ള സൗകര്യമാണ്. ബൈക്കെല്ലാം എടുത്തിട്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റും. കാറ് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, വാഹനങ്ങളിലും പോവും. അല്ലെങ്കിൽ പൊയ്യാമ്പലം ബീച്ച് എല്ലാവർക്കും അറിയുന്നില്ല. പൊയ്യാമ്പലം ബീച്ചെല്ലാം ഇപ്പം ഫുൾ സെറ്റാക്കിന്, മുഴപ്പിലങ്ങാനം ബീച്ചാക്കിന്. അതൊരു വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണിത്. ഇതങ്ങനെ അധികം ആൾക്കാരുണ്ടാവില്ല ഇവിടെ. അങ്ങനെ അറിഞ്ഞ് വരുത്തങ്ങനെ കുറവാണ്. ഇവിടെ അറിയുന്നവരെ വരുന്നുള്ളൂ. ഇപ്പം പെട്ടെന്ന് ബീച്ചിൽ നിന്ന് പറയുമ്പോൾ മുഴപ്പിലങ്ങാടും പൊയ്യാമ്പലം ബീച്ചിലാണ് ആൾക്കാർ പോവുക. ബീച്ചിൽ അങ്ങനെ അറിയില്ല ആൾക്കാർക്ക്. ഇതിങ്ങനെ ആൾക്കാരും കുറഞ്ഞിട്ട് നല്ല സേഫ്റ്റി ആയിട്ട്
സമാധാനത്തിലിരിക്കാൻ പറ്റിയൊരു ബീച്ചാണ്. ഇത് സൺഡേ ആണ്ട് ഇങ്ങനെ ആൾ, സൺഡേ അല്ലെങ്കിൽ ഇത്രയും ആളുണ്ടാവില്ല. അധികം കോളേജ് പിള്ളേരാണ് കാണൽ. കോളേജുള്ള സമയത്ത് കുട്ടികളുടെ ക്ലാസ് കട്ടാക്കിയിട്ട് ഈ ബീച്ചിൻ്റെ അരിയത്ത് നിന്നാൽ ഒരുപാട് വാഹനങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റപ്പെട്ട വാഹനങ്ങളിങ്ങനെ വന്ന് അത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതാണ്. ആൾക്കാരൊന്ന് കടലിലേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? നിങ്ങൾ വെള്ളത്തിലേക്ക് കുളിക്കുന്ന കുട്ടികളാണ് കേട്ടോ. ഇത് ധൈര്യത്തിലാണ് പോകുന്നുണ്ടോ? നല്ല തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ സൺസെറ്റ് എല്ലായിട്ട്, പക്ഷേ കടലിൽ വെള്ളം കാണുമ്പോൾ ഇറങ്ങിപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് കൂടി ഉണ്ട്. കടലിന് പ്രത്യേകത. കണ്ണൂർ ഇങ്ങനെ ഒരുപാട് ബീച്ചുകളുണ്ട് കണ്ണൂർ അറിയപ്പെടാത്തത്. ഇതിന് ഇപ്പോൾ ഇത് ബീച്ചിൻ്റെ കാണുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ ആരോ മരണപ്പെട്ടെല്ലാം പറയുന്ന കേട്ടിന് ഇവർ. ഇതിനിടക്കെല്ലാം ഒരു വർഷം മുന്നേ എല്ലാം ആരോ അവിടെ നിന്ന് മുങ്ങിപ്പോയിന് എന്തോ. അവിടെ കാണുന്നില്ലേ റൈറ്റ് സൈഡ് കുറച്ച് റിസ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ അധികം ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. ഇത് കാണുക ബീച്ച് കാണുന്നില്ല, അതിന് മൊത്തം കാണുന്നുണ്ട് ഇവിടുന്ന്. ഇതൊരു ഞാൻ ഒരു പാറയുണ്ട്, വലിയൊരു പാറയുണ്ട്. ആ പാറൻ്റെ മുകളിലേക്ക് കയറിയിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ കാണുന്നില്ല ഫുള്ള് പാറക്കെട്ടാണ്. ഓരോ സ്ഥലത്തും വന്ന് ഈ ലെഫ്റ്റ് സൈഡ് കുറച്ച് കാണുന്നില്ലേ ഇങ്ങനെ വഴികളുണ്ട്. ഫുള്ള് പാറയും കല്ലെല്ലാം ആയിട്ടുള്ള നല്ലൊരു രസമുള്ള ഏരിയ ആണ്. പക്ഷേ ഈ റൈറ്റ് സൈഡ് അധികം പോയിട്ട് കുളിക്കണ്ടെന്നാണ് ഇവരുള്ള അടുത്തുള്ള സാധാരണക്കാർ പറഞ്ഞത്, നാട്ടുകാർ പറയുന്നതാണ്. ആരോ ഇതിൽ മരണപ്പെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് കുളിച്ചൽ എന്തോ ഒരു ഡീപ്പ് ചുയ്യ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ സൈഡിലേക്ക് അധികം പോകണ്ട. അതുകൊണ്ട് ഈ ഭാഗമാണ് കാണുന്നത്. വേണ്ട ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് ഭാഗമാണ് കാണുന്നത്. ബീച്ചിൽ കുറച്ച് നടക്കാണ്. ഇങ്ങനെ നടന്ന് ബീച്ചിലേക്ക് കൂടി നടക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പിന്നെ അതിൻ്റെ ആ തെങ്ങെല്ലാം കാണുന്നില്ലേ, അതിൻ്റെ മുകളിലെല്ലാം ഫുള്ള് ഹോം സ്റ്റേ ആണ്. ഫോറിൻസെല്ലാം വന്ന് താമസിക്കുന്ന ഒരുപാട്. അതിൻ്റെ ബാക്കിലേക്ക് കൂടി അതിലേക്ക് കയറിപ്പോയാൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൻ്റെ ഉൾവശങ്ങളെല്ലാം ബീച്ചിൻ്റെ പുറത്തായിട്ട് ഉൾവശങ്ങളെല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട്. കാണുന്നില്ലേ നിങ്ങൾ മരങ്ങളെല്ലാം കാണുന്നില്ലേ? കടൽ ഒരു വൈകിട്ട് സമയമുണ്ട്. ഒരു കാലാവസ്ഥയും ഒരു നല്ലതാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായത് കാലാവസ്ഥ നല്ലതാണ്. പിന്നെ സാധാരണ ആൾക്കാർ ഈ സമയത്തെല്ലാം കുറവാണ്. ഇത് സൺഡേ ഓഫായതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കാണുന്നത്. അല്ല, ആൾക്കാർ വന്നും പോകുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുളിക്കാൻ പറ്റുന്നവർക്കെല്ലാം വന്ന് കുളിക്കാം. വൈകിട്ട് ഈ സണ്ണിൻ്റെ കണ്ട് നിങ്ങൾ സൺസെറ്റെല്ലാം അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. കണ്ണൂരിൽ നിന്ന് വരുന്നവർ വാഹനം എടുത്ത് വരുന്നതിൻ്റെയൊക്കെ സുഖമാണ്. ചെറിയ റോഡാണ്, ഇറങ്ങിയ റോഡാണ്. ബൈക്കിൽ വരുന്നതിൻ്റെയൊക്കെ സുഖമാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ല. പോകുന്നവർ രാവിലെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യൂ ഉണ്ടാവും കേട്ടോ. രാവിലെ പോയിട്ട് അതിൻ്റെ ഏരിയയെല്ലാം നടന്ന് ഒരുപാട് ഇതിൻ്റെ ഉള്ളുമെല്ലാം അറിയാവുന്ന ഒരു തോട് പുഴ പോലത്തെ എല്ലാം ഉണ്ട്, കാണാനെല്ലാം ഉണ്ട്. അന്ന് വീഡിയോ കാണിക്കുന്നില്ല. ഞാൻ ഇന്ന് പോയിട്ടില്ല, അതിന് മുന്നേ പോകുമ്പം കാണുന്നതാണ്. ഞാൻ ഇന്ന് ബീച്ചിൽ മാത്രമേ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ബീച്ചിൻ്റെ ഏരിയ കാണുന്നില്ല നിങ്ങൾ, ഇത്രയും ലെങ്ത് ഉണ്ട്. ഏകദേശം ഉണ്ട്. നടന്ന് നടക്കാനുണ്ട്. ഒരു കുത്തനെ ചെരിവായിട്ടാണ്, പിന്നെ ഒരു ഫ്ലാറ്റായിട്ട് വരുന്നത്. കാണുന്നില്ലേ? നല്ല ബീച്ചാണ്. പറ്റുന്നവർ ഈ ബീച്ച് എന്താണ് കുറേ ആൾക്കറിയില്ല. കണ്ണൂരുള്ളവർക്ക് തന്നെ ഏകദേശം ഒന്നും അറിയില്ല ഇങ്ങനെ ഒരു ബീച്ച്. ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ സദ്ദാം ബീച്ച് എവിടെയാണെന്ന് ചോദിക്കുന്നത്. കണ്ണൂരുള്ളവർക്ക് തന്നെ ശരിക്കും ഈ ബീച്ച് എവിടെയാണെന്നാന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ബീച്ചിനെ പറ്റി വീഡിയോ ഇട്ട്. ഞാനിതിപ്പോൾ ഇറങ്ങി വന്ന എൻട്രൻസ് വഴിയില്ല, ഫസ്റ്റത്തെ വഴിയില്ല. നമ്മൾ എവിടെയാണ് വണ്ടി ലാൻഡ് ചെയ്തിട്ട് ഈ മരത്തിൻ്റെ ഇതിലേക്ക് കൂടിയാണ് ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ അതിനെ ബീച്ച് നടക്കുമ്പോൾ ഇതെന്നല്ല കാഴ്ച. നടന്നു പോകുമ്പോൾ ഒരുപാട് കുറച്ചും കൂടി കാഴ്ചകൾ കാണുന്നുണ്ട്. എന്തായാലും വന്നു നോക്ക്. ഹലോ ഫ്രണ്ട്സ്, ഇന്നൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും ഒരു സാധാരണ ലോക്കൽ ബസ് കയറിയിട്ട് ഏലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നതാണ്. ഈ പോകാനുള്ള കാരണം ഒരു 58 വർഷമായി ഒരു കഞ്ഞിയുടെ റമദാൻ മാസം കൊടുക്കുന്നുണ്ട്. ആ കഞ്ഞി കുടിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് പോകുന്നതാണ്. കോഴിക്കോട് ഏലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു ബർമയിലുള്ളൊരു കഞ്ഞി ഇത്. അദ്ദേഹം ബർമയിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് അത് ജോലി റിസൈൻ ചെയ്തിട്ട് വന്ന സമയത്ത് തുടങ്ങിയതാണെന്ന് പറഞ്ഞത്. കഞ്ഞി ഇങ്ങനെ ആ ബർമയിലുള്ള കഞ്ഞി ഒരു 27 കൂട്ടുകൾ കൂട്ടിയിട്ടുള്ള ഒരു നാടൻ കോയിന കൊണ്ടുവാക്കുന്ന ഒരു കഞ്ഞി പോലും 6 മണിക്കൂർ നിർത്താതെ അടുപ്പത്ത് വെച്ച് ഇളക്കിയിട്ടെല്ലാം ചെയ്യേണ്ട പോലെ ഒരു കഞ്ഞിയാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബസ് നിർത്തി. ബസ്സിലാണ് പോയിന്.
ബസ് നിന്ന് ഇറങ്ങി പള്ളിയിൽ നിന്ന് കൊടുക്കും. ഈ കാണുന്ന പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന പറഞ്ഞേ, പള്ളിയിൽ ഇപ്പോൾ നമ്മൾ 4 മണി സമയത്ത് എത്തിയത്. അവർ പറഞ്ഞ നോമ്പിൻ്റെ സമയത്ത് മഗ്‌രിബിൻ്റെ സമയത്താണ് കൊടുക്കും, നോമ്പ് തുറക്കുന്ന സമയത്ത് കൊടുക്കുന്ന പറഞ്ഞിട്ട് അവിടെ ആ പള്ളിയെല്ലാം കണ്ട്. പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ അടുത്ത് നിന്ന് അവരെല്ലാം അന്വേഷിച്ച് ആ വീട്, പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്, ആ വീട്ടിലേക്ക് പോകുന്നതാണ് ഇത്. ആ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവരെ കണ്ട് പരിചയപ്പെട്ട്, അദ്ദേഹമെല്ലാം ഈ തുടങ്ങിയ ആളെല്ലാം മരിച്ചിട്ട് കുറേ വർഷമായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെ പോലും കഞ്ഞി കൊടുക്കുന്നത്. ഇതാ ഈ ടൗണിൽ ഏലത്തൂർ ടൗണിൽ നിന്ന് ഇടത്ത് കാണുന്ന റോഡിലേക്ക് അങ്ങ് കയറിയാണ്ട്, ഇതാണ് മെയിൻ ഹൈവേ. ഇത് NH ഇത്. ഈ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡ്, അത്രയുള്ളൂ. 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക്, ഇത് ഈ റോഡിലേക്ക് അങ്ങ് നടക്കേണ്ടത്. ഈ വരുന്ന ആൾ വരുന്നുണ്ടല്ലോ, ആ റോഡിലേക്ക് അങ്ങ് നടക്കേണ്ടത്. നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് എത്തിയ വീട്ടിലേക്ക് പോയി അവരോട് പരിചയപ്പെട്ട് അവരോട് ഇങ്ങനെ നമ്മളിങ്ങനെ വരുന്നത് കഞ്ഞി കുടിക്കാനായിട്ട് വരുന്നത്. അവർ നല്ല സ്വീകരണവും കാര്യങ്ങളും, നല്ല പെരുമാറ്റം, നല്ല ആൾക്കാർ. അത് അവർ പറഞ്ഞ നല്ല സ്വീകരണം തന്നെ. നമ്മൾ പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം അവർ നമ്മളെ പാത്രം വാങ്ങി നമുക്ക് കഞ്ഞി തന്ന് മാത്രമല്ല, എന്താ വേണ്ട നല്ല കാര്യങ്ങൾ നമുക്ക് വീഡിയോ. അദ്ദേഹത്തിൻ്റെ വീട് ഇത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഗൈറ്റും വീടും കാര്യങ്ങളിലാണ്. വീട്ടിൻ്റെ ഉള്ളിലൊരു ഭർത്തന്നെ കഞ്ഞിയാക്കേണ്ട സൗകര്യങ്ങൾ. അത് കഞ്ഞി ഇങ്ങനെ കൊടുക്കുന്നത് 4 മണി മുതലേ ഒരുപാട് പാത്രത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് പള്ളിയിലേക്കെല്ലാം ഇങ്ങനെ കൊടുത്തയക്കുന്നുണ്ട്. കഞ്ഞിയാണ്ടെങ്കിൽ ഇതുപോലത്തെ ചെമ്പുണ്ട്. ഈ ചെമ്പിൽ 3 ചെമ്പ് കഞ്ഞിയാക്കുമ്പോൾ ഒരു ദിവസം റമദാൻ മാസം കഴിയുന്നവരെ കഞ്ഞിക്ക് നല്ലൊരു നല്ല മരുന്ന് കഞ്ഞിയായിട്ട് ഇതൊരിക്കൽ കുടിക്കണം. നിങ്ങൾ കുടിക്കാതെ ഇവർ കുടിച്ചോ. അതെ, ഇതിനെ ആൾക്കാരാണ്, ഇവിടെയുള്ള ജോലിക്കാരെല്ലാം ഇത് കാണുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തുനിന്ന് വേറൊരു കഞ്ഞി കാണുന്നില്ലേ, ഇതിപ്പോൾ രണ്ടാമത്തെ കഞ്ഞിയാണ്. ഇത് രണ്ടാമത്തെ കഞ്ഞിയാണ്. 3ാമത്തെ കഞ്ഞി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു 4 മണി സമയമാണ്. സമയത്താണ്ട് ഇങ്ങനെ തുടങ്ങുന്നതാണ്. ഒരു ചമ്പിലുള്ള ഇങ്ങനെ കൊടുത്ത് തീരാനായി. ഒന്ന് തീർന്ന് രണ്ടാമത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ അടുപ്പത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ നമുക്ക് സൗകര്യം തന്നെ. അന്ന് വിഷയമൊന്നുമില്ല അവർക്ക്. അത് നല്ല സപ്പോർട്ടും കാര്യങ്ങളാണ്. പിന്നെ നമ്മളിത് പാത്രത്തിലെല്ലാം നമുക്ക് തന്ന് ഇത് കണ്ട് ഇതെല്ലാം ഓരോ പള്ളിയിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പാർസൽ കൊടുത്തേക്കാൻ വേണ്ടി വെച്ചതാണിത്. ഇതാണ് ആ വീടിൻ്റെ ഒരു വേഗം വെച്ച് കഞ്ഞിയാക്കാനായിട്ട് സൗകര്യം കണ്ട. ഒരു പാത്രം അടുപ്പെല്ലാം വെക്കാൻ പറ്റുക, എല്ലാം സെറ്റപ്പിലാണ് കഞ്ഞിയെല്ലാം ആക്കി കൊടുക്കുന്നത്. പക്ഷെ കഞ്ഞി ഒരു വല്ലാത്തൊരു കഞ്ഞി തന്നെ. കഞ്ഞി ഇപ്പം നമ്മൾ ആടുന്ന ബസ് കയറി തിരിച്ചിട്ട് കോഴിക്കോട് ടൗണിലേക്ക് വന്ന് നമ്മൾ റൂം എടുത്തിട്ട് നോമ്പ് തുറക്കേണ്ട സമയത്തേക്ക് നമ്മൾ AC റൂം എടുത്തിന് 2000 രൂപയാണ് കോഴിക്കോട് ആ റൂമിന് നമ്മൾ വില പറഞ്ഞത്. ആകെ 3 മണിക്കൂറുള്ളൂ. രാത്രിക്കേക്ക് നമ്മൾ ഒഴിവായിന് 2000 രൂപ കൊടുത്ത് ലിഫ്റ്റിൽ കയറി 2ാമത്തെ നിലയിലാണ് റൂം എടുത്തത്. അങ്ങനെ മഗ്‌രിബിൻ്റെ സമയത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി കഞ്ഞിയെടുത്ത് വന്ന് റൂമെടുത്ത് കയറിയതാണ്. കഞ്ഞിൻ്റെ ടേസ്റ്റ് നോക്കി, കഞ്ഞി നല്ല ഒരു മരുന്ന് കഞ്ഞിയാണ്, അടിപൊളി കഞ്ഞിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ എല്ലാവരും ഇത് അറിയുന്നവരെല്ലാം പോയി കുടിക്കാൻ പറ്റി കുടിച്ച്. റമദാൻ മാസം കിട്ടും, പിന്നെ 1 വർഷം കാത്തുക്കണം. ഇത് കഞ്ഞിയാണ് നമ്മൾ ടിപ്പിലെല്ലാം വാങ്ങിയിട്ട് കൊണ്ടാണ് നമ്മൾ തുറന്നു നോക്കിയതാണ്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളെല്ലാം. ചൂടോട് കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അടിപൊളി സംഭവം ഇതെല്ലാം ഞാനിങ്ങനെ അറിഞ്ഞിട്ടാണ്, ഞാനിങ്ങനെ കഞ്ഞി കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞാനിങ്ങനെ പോയി നോക്കിയതാണ്. പോയി നോക്കുമ്പോൾ നല്ല സെറ്റപ്പ് കാര്യങ്ങളെല്ലാം. നമ്മളേതാ ഈ ടിപ്പിയിലാണ് വാങ്ങിയത്. ഒരു ഏകദേശം 2 ലിറ്ററോളം കൊടുക്കുന്ന ടിപ്പിയാണ്. ആ ടിപ്പി വാങ്ങിച്ചു തന്നെ നമ്മൾ ഗ്ലാസ്സിൽ പറഞ്ഞിട്ട് നമ്മൾ കുടിക്കുന്ന കാണുന്ന കാഴ്ച കാണുന്ന. ഓക്കെ സഹോദരങ്ങളെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂസ് വ്ലോഗ് യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വരുന്നത് BSNL വൈഫൈ ബ്രോഡ്ബാൻഡ് കണക്ഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പുതുതായിട്ടൊരു BSNL വൈഫൈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തിന്. അത് എന്തുകൊണ്ടാണ് BSNL എടുക്കാൻ കാരണം നല്ല വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്ക്. BSNL എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ ലാഭം എന്താണെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീടിൻ്റെ മുന്നിലേ കൂടി ജിയോ ഉണ്ട്, കേരള വിഷൻ ഉണ്ട്, എയർടെൽ, അങ്ങനെ ഒരുപാട് കേബിളുണ്ട്. BSNL കേബിൾ മാത്രമില്ല. ഞാൻ BSNL കേബിൾ 3000 രൂപ ചിലവാക്കിയിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് BSNL വൈഫൈ കൊണ്ടുവന്നത്. BSNL പ്രത്യേകത എന്ന് വെച്ചാൽ BSNL ഈ കാണുന്നതാണ് BSNL റൂട്ടർ. കാണുന്നില്ലേ, ഇതാണ് BSNL റൂട്ടറാണ്. ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് BSNL കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്ന കണക്ഷൻ കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ കൂടെ ഒരു ലാൻഡ് ഫോണിൻ്റെ കണക്ഷനും കൂടി നമുക്ക് തരുന്നുണ്ട്. BSNL ലാൻഡ് ഫോണിൻ്റെ കണക്ഷനാണ് ഇതും കൂടി നമുക്ക് തരുന്നുണ്ട് BSNL. ഇതും തികച്ചും ഫ്രീ ആണ് നമുക്ക്. ഇത് എൻ്റെ വീട്ടിലൊരു പഴയ നമ്പർ ഉണ്ടായിരുന്നു, പണ്ടേ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. ആ നമ്പർ വെച്ചിട്ട് തന്നെ ഇവർ BSNL കണക്ഷൻ നമുക്ക് വീട്ടിലേക്ക് തന്നിന്. പിന്നെ മൂന്നാമതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BSNL ഒരു റോമിംഗ് എന്നൊരു സംഭവമുണ്ട്. BSNL റോമിങ് ഒരു വീട്ടിൽ നമ്മളെ വീട്ടിൽ BSNL വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിലും
നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാലും BSNL വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് BSNL റോമിംഗ് എന്നൊരു സംഭവമാണ്. അത് കണ്ടുകൊണ്ട് ഞാൻ BSNL വൈഫൈ എടുത്തത്. അത് BSNL ഓഫീസിൽ രജിസ്റ്റർ ആക്കണം. ഇപ്പം ഞാൻ എടുത്തിട്ട് 2 ദിവസമായി. എനിക്ക് ഇതുവരെ വൈഫൈ റോമിംഗ് ചാലായിട്ടില്ല, കിട്ടിയില്ല. അവർ ഞാനിപ്പോൾ അവിടെ BSNL ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവർ രജിസ്റ്റർ ആയിട്ടില്ല എന്ന് പറഞ്ഞേ. 2 ദിവസം കഴിഞ്ഞാണ് കിട്ടുന്നതാണ് പറഞ്ഞത്. അത് ഒരു വീട്ടിലുള്ള 4 ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും BSNL വൈഫൈ കിട്ടുന്ന സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് BSNL പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ചാർജ് ഇതിൻ്റെ മാസത്തെ ബില്ല് വരുന്നത് 399 രൂപയുടെ ഞാൻ ഇത് പ്ലാൻ എടുത്തിന്. അതിൽ 1400 GB ഉണ്ട്. 1400 GB ആണ് ഇതിൻ്റെ നെറ്റ് വരുന്നത്. അതിൻ്റെ സ്പീഡ് വരുന്നത് 40 kbps സ്പീഡാണ് പറഞ്ഞത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്ലോഡിങ് ആയാലും എന്തായാലും നല്ല സ്പീഡും കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാം വ്യക്തമായിട്ടുള്ള വീഡിയോ, ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളെല്ലാം ഉള്ളത് ഇതിൻ്റെ എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇതിൻ്റെ വൈഫൈൻ്റെ സ്പീഡ് എങ്ങനെയാണുള്ളത് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾ BSNL വൈഫൈ കണക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ BSNL ഓഫീസിലേക്കാണ് പോയി നോക്കേണ്ടത്. BSNL ഓഫീസിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കുക. ഇത്ര പൈസയാവും എന്താവും എന്നല്ല. നിങ്ങൾ അവിടെ രജിസ്റ്റർ ആക്കണം. എന്നിട്ടാണ് കേബിൾ വലിക്കുന്നവർ വരിക. നിങ്ങൾ കേബിൾ അടുത്ത് ആദ്യം പോകണ്ട. BSNL ഓഫീസിൽ പോയി അന്വേഷിച്ച് നോക്കുക. അവിടെ നമ്പർ കൊടുക്കുക, രജിസ്റ്റർ ആക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഇതാണ് BSNL എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.
ഉം.